ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക് എഡ്ജിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എയർടെലിന്റെയും ജിയോയുടെയും പ്രൈസ് കൂട്ടിയിട്ടുണ്ട്, റീചാർജിങ് പ്രൈസ് കൂട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് അവർ. അപ്പോൾ അതിനെ കുറിച്ച് പറയാൻ പോകുന്നത് 3-ാം തീയതി തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, 3-ാം തീയതി തൊട്ടാണ് ഈ റീചാർജിങ് പുതിയ പ്ലാനുകൾ വരാൻ പോകുന്നത്. കാര്യം നിങ്ങൾ പുതിയ പ്ലാനുകൾ 50 രൂപയോളം വെച്ച് ഓരോ പ്ലാനിലും കൂട്ടിയിട്ടുണ്ട്, കൂടിയ പ്ലാനിൽ അതിലും കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ അടുത്ത മാസമോ തീരാൻ പോകുന്നതെന്ന് വെച്ചു. ഇപ്പോൾ പുതിയ റീചാർജ് ചെയ്യുന്നവർ ഇപ്പോൾ റീചാർജ് തീർന്നിരിക്കുന്നവരൊക്കെ റീചാർജ് ചെയ്തു. കാരണം 3-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പ്ലാനാണ്. ഇപ്പോൾ 3-ാം തീയതിക്ക് മുന്നേ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പ്ലാനിൽ നമുക്ക് കിട്ടത്തുള്ളൂ. 3-ാം തീയതി കഴിഞ്ഞാൽ പുതിയ പ്രൈസിംഗ് ആണ് വരുന്നത്. അതിൻ്റെ ചാർട്ട് നമുക്ക് പറയാം. പുതിയ പ്രൈസിംഗ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ 1.5 GB ഇപ്പോൾ ചെയ്യുന്നവർക്ക് അൺലിമിറ്റഡ് 5G ഉണ്ട്. പക്ഷേ ഇത് 3-ാം തീയതിക്ക് മുന്നേ ചെയ്യുന്നവർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാനിൽ 5G കിട്ടത്തില്ല. അപ്പോൾ അതിനൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. കാരണം 1.5 GB ഇപ്പോൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് 5G കിട്ടുമോ എന്നുള്ളത് കൺഫർമേഷൻ ആയി നിങ്ങളൊന്ന് വിളിച്ചൊന്ന് തിരക്കി നോക്കുക. എയർടെലിൻ്റെ സർവീസ് സെൻറ്റർ, ജിയോയുടെ സർവീസ് സെൻറ്റർ ഒന്ന് വിളിച്ച് തിരക്കി നോക്കുക ആ ഒരു കാര്യത്തിനെ കുറിച്ച്. ഇത് മോണോപോളി ആയതുകൊണ്ടായിരിക്കും, കാരണം എല്ലാ സാധനങ്ങൾക്കും വില കൂടിയില്ലേ, അതുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രൈസിന്റെ ഇൻക്രീസ് വന്നത്. കാരണം GST എല്ലാം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവർക്ക് അതിന്റെ മൊത്തത്തിൽ ഇൻക്രീസ് വന്നപ്പോൾ ഇവരുടെ ശമ്പളത്തിന്റെ കാര്യങ്ങളും എല്ലാത്തിൻ്റെയും കൊണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് ഇന്ത്യ കുറവായിരുന്നു, പക്ഷേ 2 GB നല്ല റേറ്റ് കുറവാണ്. പലയിടത്തും 1000 രൂപയ്ക്ക് 2 GB മേടിച്ച സ്ഥലങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കുറവാണ്. പക്ഷെ എന്നാലും റേറ്റ് കൂടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. 50 രൂപയോളം ബേസിക് പ്ലാനുകൾക്ക് വെച്ച് കൂടിയിട്ടുണ്ട്. അത് വലിയ കൂടുതൽ 2000 രൂപ അതിൻ്റെ അനുസരിച്ച് കൂട്ടിയിട്ടുണ്ട് പ്ലാനുകളുടെ പ്രൈസ്. അവിടെയും ബേസിക് പ്ലാനിലൊരു 50 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1.5 GB നിങ്ങൾ ചെയ്യുന്നവരൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുന്നതാണ് നല്ലത്, 3-ാം തീയതിക്ക് മുന്നേ ചെയ്തു വെക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ പ്ലാൻ ഇപ്പോൾ അടുത്ത മാസം 29-ാം തീയതി ആണോ തീരുന്നതെന്ന് വെച്ചോ, ആ പ്ലാൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇപ്പം ചെയ്യുവാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മുടെ പ്ലാൻ തീരുന്നത് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആയിക്കോളും നിങ്ങളുടെ പുതിയ പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ പൈസക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലാഭമായിരിക്കും. കാരണം ഈ ഒരു 3 മാസം, ഇപ്പോൾ 3 മാസത്തെ പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കാമെങ്കിൽ ഇപ്പോൾ ഇനി വരുമ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും. 3-ാം തീയതി കഴിഞ്ഞ് പ്രൈസ് കൂടുതലായിരിക്കും വരാൻ പോകുന്നത്, പ്ലാനിൻ്റെ പ്രൈസ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ജിയോയുടെ പ്ലാനുകൾ നോക്കാം. നമുക്ക് ജിയോയുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്, രണ്ട് പ്ലാനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ജിയോയുടെ പ്ലാൻ എന്ന് വെച്ചാൽ 155 രൂപയുടെ നമുക്ക് 189 രൂപയ്ക്കാണ് ഇനി വരാൻ പോകുന്ന പ്രൈസ്. അത് 2 GB ആയിരിക്കും. ഡേറ്റ 250-ന് നമുക്ക് 1 GB പെർ ഡേ വെച്ച് നമുക്ക് 249 രൂപയ്ക്കാണ് 28 ദിവസത്തേക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ബേസിക് പ്ലാനുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ 400 രൂപയ്ക്ക് 28 ദിവസം, അത് 449 ഇതായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്ലാനിൽ കാണാം, നിങ്ങൾക്ക് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു 50 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട് ഒരു പ്ലാനിൽ. വലിയ പ്ലാനുകളിൽ ഒരു 100 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൂടിയിട്ടുണ്ട്, രണ്ട് ഈക്വൽ ആണ്. എയർടെലിൻ്റെ കാര്യം ഇതുപോലൊക്കെ തന്നെയാണ്. എയർടെലിന് കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, 2-3 രൂപ എക്സ്ട്രാ ഉണ്ട്. എന്നാലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ ബേസിക് പ്ലാനിനൊക്കെ 50 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. 3000 രൂപയുടെ വർഷത്തിലെ പ്ലാൻ വരുമ്പോൾ അതിന് 500-600 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. എനിക്ക് അത്രയും കൂടുതലായിട്ട് തോന്നുന്നു. കാരണം നല്ല രീതിയിൽ അവർ കൂട്ടിയിട്ടുണ്ട് പ്രൈസുകൾ ഈ പ്രാവശ്യം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം ചെയ്ത് വെക്കുക. കാരണം 3-ാം തീയതിക്ക് ഉള്ളിൽ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്ലാൻ എപ്പോഴാണോ തീരുന്നത് അപ്പം ആക്ടിവേറ്റ് ആയിക്കോളും. അപ്പം ആ പ്ലാൻ ആക്ടിവേറ്റ് ആയിക്കോളും. അപ്പം നിങ്ങൾക്ക് കുറച്ച് ലാഭമായിരിക്കും. ഒരു വർഷത്തെ പ്ലാനൊക്കെ ചെയ്യുന്നവർക്ക് 600 രൂപയുടെ ലാഭം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ ചെയ്ത് വെക്കാനാണ് ശ്രമിക്കുന്നത്. ചെയ്യുക, ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഇത് മോണോപോളി ആയതുകൊണ്ടായിരിക്കാം. അവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ചെയ്യാൻ പറ്റുന്ന കമ്പനിയില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിന് ലീഗലാണ്. പക്ഷെ എന്നാലും ഇത് ഇച്ചിരി കൂടുതലായിപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല രീതിയിൽ ഒരു പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ബേസിക് പ്ലാനുകൾക്ക് കുഴപ്പമില്ലെങ്കിലും അതിലും നല്ല രീതിയിൽ 10-20 രൂപ വെച്ച് കൂട്ടുന്നതിന് വരെ 50 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എയർടെലും ജിയോയും പ്രൈസ് വളരെ കൂട്ടിയിട്ടുണ്ട്. അൺലിമിറ്റഡ് 5G ഇപ്പോൾ കിട്ടണമെങ്കിൽ 2 GB മണ്ടക്കോട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. എയർടെൽ കണ്ട് എഴുതിയിട്ടുണ്ട് 2 GB എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കാരണം 4 GB മണ്ടയ്ക്കോ ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് 5G കിട്ടത്തുള്ളൂ. 1.5 GB കിട്ടത്തില്ല. നിങ്ങൾ അൺലിമിറ്റഡ് 5G ഒന്നും കട്ടായി പോകുന്നില്ല. അവർ അൺലിമിറ്റഡ് 5G നമുക്ക് തരുന്നുണ്ട്. പക്ഷേ പ്ലാനിൻ്റെ പ്രൈസുകൾ കൂട്ടിയിട്ടുണ്ട്. ബേസിക് പ്ലാനുകളിൽ അൺലിമിറ്റഡ് 5G ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ 5G കുറേ പേര് അൺലിമിറ്റഡ് 5G നിർത്തി എന്ന് പറഞ്ഞ്, പക്ഷേ നിർത്തിയിട്ടില്ല ഈ പ്രശ്നം. അതെന്തായാലും അത് തുടരാനുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. നിങ്ങൾ 5G റേഞ്ച് ഉള്ളവരൊക്കെ, 5G സിഗ്നൽ ഉള്ളിടത്തൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അൺലിമിറ്റഡ് 5G യുടെ പ്ലാൻ എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ മോഡം ഇല്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വൈഫൈ മോഡൽസൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എടുത്തോ. കാരണം അത് ലാഭമായിട്ട് നിങ്ങൾ എവിടെന്നെങ്കിലും മാറി നിൽക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് 5Gയുടെ ആവശ്യം വരും.
ഇപ്പം എല്ലായിടവും അൺലിമിറ്റഡ് 5G, ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം റേഞ്ചിൻ്റെ പ്രശ്നം, നമ്മൾ ടവറിൻ്റെ അടുത്ത് മാത്രമേ സ്പീഡ് കൂടുതലുള്ളൂ. നമ്മുടെ ഇപ്പം എൻ്റെ റേഞ്ചിലും 5G കാണിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആ 5Gയുടെ ടവറിൻ്റെ നിൽക്കുന്ന ആ സ്പീഡ് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളെന്തായാലും ശ്രദ്ധിക്കുക ഇതൊക്കെ. 3000 രൂപയുടെ പ്ലാനിൽ ഒരു 600 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ പ്ലാൻ എപ്പോഴാണോ തീരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ ഇത് ആക്ടിവേറ്റ് ആയിക്കോളും. ഇത്രയൊക്കെയുള്ളൂ പറയാൻ. കാരണം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് വിടുക. എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.